ദൈവത്തിന് സ്തുതി. ഒരു വലിയ സന്തോഷ വാർത്തയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ അവയുടെ പേരുകൾ ക്രമം തെറ്റാതെ ആദ്യം മുതൽ അവസാനം വരെ പറയുകയെന്നത് ഒരു ശ്രമം തന്നെയാണ്. എന്നാൽ ഞങ്ങൾ ഇവിടെ ഒരു കഥ അവതരിപ്പിക്കുകയാണ്. ഈ കഥയിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരുകളൊക്കെ കൃത്യമായി ക്രമം തെറ്റാതെ പറയുവാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ അവതരിപ്പിക്കുന്നത് തൈപ്പറമ്പിൽ ഉൽപ്പലാക്ഷൻ എന്ന് പറയുന്ന ഒരാൾ മത്സരത്തിൽ പങ്കെടുക്കുവാൻ പോകുന്ന കഥയാണ്. കഥയുടെ പേര് തൈപ്പറമ്പിൽ ഉൽപ്പലാക്ഷനും കലാപ്രതിഭയായ ജോയലും. ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഉൽപ്പലാക്ഷനെ കുറിച്ച് ഒരല്പം പറയാം. ഉൽപ്പലാക്ഷൻ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കമ്പമുള്ള ഒരാളാണ്. മത്സരങ്ങൾക്ക് പോകും എന്ന് മാത്രമല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പരാതിയുമായി അങ്ങറ്റം വരെ പോകുകയും ചെയ്യും. ഈ കഥയിൽ നമുക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഉൽപ്പലാക്ഷൻ ഒരു മത്സരത്തെക്കുറിച്ചുള്ള പരാതിയുമായി രാജാക്കന്മാരുടെ അടുത്ത് എത്തുന്ന ഘട്ടം. 2, രാജാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു മത്സരത്തിൽ ഉൽപ്പലാക്ഷൻ പങ്കെടുക്കുകയും അവിടെ ഒരു പ്രഭാഷകനായി തീരുകയും ചെയ്യുന്ന ഘട്ടം. 3-മത്തേത്, ആ മത്സരത്തിൽ കലാപ്രതിഭയായി തീരുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവരണം. കഥ നമുക്ക് തുടങ്ങാം. തൈപ്പറമ്പിൽ ഉൽപ്പലാക്ഷനെ രേഖകളിലെല്ലാം നിങ്ങൾക്ക് ഉൽപ്പൻ ടി എന്നേ കാണാൻ പറ്റുകയുള്ളൂ. ഉൽപ്പൻ ടി എന്ന പേര് കേൾക്കുമ്പോൾ ഉൽപ്പത്തി എന്ന ബൈബിളിലെ പുസ്തകം ഓർമ്മ വരുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഉൽപ്പൻ ടി ഒരു ദിവസം പുറപ്പെട്ട് ലേവ്യരുടെ വീട്ടിലെത്തി. അപ്പോൾ ലേവ്യരുടെ വീട്ടിൽ മത്സരങ്ങൾ നടക്കുകയാണ്. എന്താണ് മത്സരം? സംഖ്യകൾ കൊണ്ടുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഈ സംഖ്യകൾ കൊണ്ടുള്ള മത്സരത്തിന്റെ നിയമങ്ങൾ വായിച്ചതിന് ശേഷമാണ് ഉൽപ്പന്തി അവിടെ എത്തിയത്. അദ്ദേഹം പറഞ്ഞു, നിയമം ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കണം. ലേവ്യർ പറഞ്ഞു, നിയമാവർത്തനം ഇവിടെ പറ്റുകയില്ല. ഉൽപ്പന്തിക്ക് വാശിയായി. ഉൽപ്പന്തി ജോഷുവയെയും കൂട്ടി ലേവ്യർക്കെതിരെ പരാതി പറയുവാൻ വേണ്ടി ന്യായാധിപന്മാരുടെ അടുക്കലെത്തി. ന്യായാധിപന്മാർ പറഞ്ഞു, ഇത് ലേവ്യരുടെ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നില്ല. പകരം റൂത്തിനെയും കൂട്ടി നിങ്ങൾ വലിയ പ്രവാചകനായ സാമുവൽ പ്രവാചകന്റെ അടുത്ത് പോവുക. അത് കേട്ടു റൂത്തിനെയും കൂട്ടി ഇവർ സാമുവൽ പ്രവാചകന്റെ അടുക്കൽ 2 പ്രാവശ്യം പോയി. 2-മത്തെ പ്രാവശ്യം സാമുവൽ പ്രവാചകൻ പറഞ്ഞു, ഇത് ഞാൻ കൈകാര്യം ചെയ്താൽ തീരുന്ന കാര്യമല്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, രാജാക്കന്മാരുടെ അടുക്കലേക്ക് പോവുക. അങ്ങനെ നമ്മുടെ ഉൽപ്പന്തി രാജാക്കന്മാരെ കാണാൻ ചെന്നു. അവിടെ 2 പ്രാവശ്യം സന്ദർശിക്കേണ്ടതായി വന്നു. 2-മത്തെ പ്രാവശ്യം രാജാക്കന്മാർ പറഞ്ഞു, എന്തായാലും ലേവ്യരുടെ അടുത്ത് പോയി നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാനാണല്ലോ കമ്പം. 1-2 ദിനം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ചില മത്സരങ്ങളിൽ പങ്കെടുക്കാം. നമ്മുടെ ഉൽപ്പന്തി 1 ദിനം വെയിറ്റ് ചെയ്തു, 2 ദിനം വെയിറ്റ് ചെയ്തു. 1-മത്തെ ദിനം അദ്ദേഹം എസ്രായുടെ വീട്ടിലാണ് താമസിച്ചത്. 2-മത്തെ ദിനം അദ്ദേഹം നെഹമ്യായുടെ വീട്ടിലാണ് താമസിച്ചത്. അന്ന് വൈകുന്നേരം തോബിത്ത് അദ്ദേഹത്തിന്റെ ഭവനത്തിലെത്തി. തോബിത്ത് പറഞ്ഞു, രാജാക്കന്മാർ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വരുന്നത്. എന്റെ സഹോദരി യൂദിത്തിന്റെ പറമ്പിലാണ് മത്സരങ്ങൾ നടക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ 1-ാം ഭാഗം അവസാനിക്കുന്നു. ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ബൈബിളിലെ പേരുകൾ ഓർമ്മിക്കാം എന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പോസ് ചെയ്യാം. ഇത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ, ഒരു സെന്റൻസ് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ പോസ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് പറഞ്ഞ് ഹൃദയസ്ഥമാക്കി നോക്കുമ്പോൾ ആ പേരുകളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കും. വീണ്ടും അടുത്തത് പ്ലേ ചെയ്യുക. ആ സെന്റൻസും പോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഹൃദയസ്ഥമാക്കി പേരുകൾ പഠിച്ച് മുന്നോട്ട് പോകാം. ശ്രദ്ധയോടെ നോക്കുക. കഥയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്. ഉൽപ്പൻ ടി പുറപ്പെട്ട് ലേവ്യരുടെ വീട്ടിലെത്തിയപ്പോൾ സംഖ്യകളുടെ മത്സരം തുടങ്ങിക്കഴിഞ്ഞു. നിയമാവർത്തനം നടത്താൻ വിസമ്മതിച്ചപ്പോൾ ജോഷുവയെയും കൂട്ടി ന്യായാധിപന്മാരുടെ അടുത്ത് പരാതി പറയാൻ പോയി. ഇത്രയും കേൾക്കുമ്പോൾ ഇതായി കാണിച്ചതുപോലെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ എന്നീ പുസ്തകങ്ങൾ ക്രമത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ഈ സെന്റൻസ് വേണമെങ്കിൽ പോസ് ചെയ്ത് കാണാതെ പഠിക്കുക. അതിനുശേഷം അടുത്ത സെന്റൻസ് ഒന്ന് നോക്കാം. ന്യായാധിപന്മാർ കൈയൊഴിഞ്ഞപ്പോൾ റൂത്തിനെയും കൂട്ടി സാമുവൽ പ്രവാചകന്റെ അടുത്ത് വിട്ടു. സാമുവൽ പ്രവാചകന്റെ അടുത്ത് 2 തവണ പോയി. പ്രവാചകൻ കൈയൊഴിഞ്ഞപ്പോൾ രാജാക്കന്മാരുടെ അടുത്തും 2 തവണ പോയി. ഇവിടെയും നമുക്ക് കാണാം റൂത്ത്, 1 സാമുവൽ, 2 സാമുവൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് നോക്കാം. ഇതും ഈ സെന്റൻസ് ഹൃദയസ്ഥമാക്കാൻ പോസ് ചെയ്ത് നിങ്ങൾക്ക് പരിശ്രമിക്കാവുന്നതാണ്. അടുത്ത സെന്റൻസ് ഇതാണ്. രാജാക്കന്മാർ പറഞ്ഞതനുസരിച്ച് മറ്റു മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടി 1 ദിനം തങ്ങി, 2 ദിനം തങ്ങി. 1-ാം ദിനം എസ്രയുടെ വീട്ടിലാണ് തങ്ങിയത്, 2-ാം ദിനം നെഹമ്യായുടെ വീട്ടിലും. ഇവിടെയും നമ്മൾ 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യ ഈ 4 പുസ്തകങ്ങളുടെ പേര്
പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ കഥയിൽ ഈ ഭാഗത്ത് ഒരല്പം കൂടി വിവരണം ഉണ്ടെങ്കിലും നമ്മളത് അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ കഥയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഉൽപ്പന്തി പ്രഭാഷകനാകുന്നതാണ് ഈ രംഗം. തോബിത്തിന്റെ സഹോദരി യൂദിത്തിന്റെ പറമ്പിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അവിടെ എത്തിയപ്പോൾ അവിടെ സ്റ്റേജിൽ സംഭവിക്കുന്നത് ഇങ്ങനെയായിരുന്നു. എസ്തേറിന്റെ 1-2 മക്കളെയും കൂട്ടി ജോബ് സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സങ്കീർത്തനം പാടിക്കഴിഞ്ഞപ്പോൾ FM റേഡിയോയിൽ സുഭാഷിതങ്ങൾ പറയുന്ന സഭാപ്രസംഗകൻ ഇത്തവണ ഞാൻ പ്രസംഗിക്കുന്നില്ലെന്നും വേണമെങ്കിൽ ഒരു ഉത്തമ ഗീതം പാടാമെന്നും പറഞ്ഞു. അങ്ങനെ സഭാപ്രസംഗകൻ ഉത്തമഗീതം പാടി. ഉത്തമഗീതം പാടിക്കേട്ടപ്പോൾ ഉൽപ്പന്തിക്ക് ജ്ഞാനം കിട്ടി. അങ്ങനെ ഉൽപ്പന്തി എന്തു പറഞ്ഞു? എനിക്കിപ്പോൾ ജ്ഞാനം കിട്ടി, അതുകൊണ്ട് ഞാൻ പ്രഭാഷകനാകാം എന്ന് പറഞ്ഞു. ഉൽപ്പന്തിയുടെ പ്രഭാഷണം കേട്ട് യേശയ്യായും ജെറമിയായും വിലാപങ്ങൾ തുടങ്ങി. അവരെങ്ങനെയാണ് വിലപിച്ചത്? ബാറു ബാറു എന്ന് വിളിച്ചാണ് വിലപിച്ചത്. ഇത് കേട്ട് ബാറൂക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ കരയുന്നെങ്കിൽ നന്നായിട്ട് കരയൂ. ബോറ് ബോറെന്നല്ലേ പറയേണ്ടത്? ബാറു ബാറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കുന്നത് പോലെ തോന്നില്ലേ? ഉൽപ്പന്തി പ്രഭാഷകനായതോടുകൂടി ഈ കഥയുടെ 2ാം ഘട്ടം അവസാനിച്ചു. ഇതിൽ നിന്ന് നമ്മൾ അടുത്ത പേരുകൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തോബിത്തിന്റെ സഹോദരി യൂദിത്തിന്റെ പറമ്പിൽ മത്സരം കാണാൻ ചെന്നപ്പോൾ എസ്തേറിന്റെ 1-2 മക്കളുടെ കൂടെ ജോബ് സങ്കീർത്തനം പാടുകയായിരുന്നു. ഇതിൽ നമ്മൾ ഏതൊക്കെ പേരുകൾ പഠിക്കുന്നു? തോബിത്ത്, യൂദിത്ത്, എസ്തേർ, 1 മക്കബായർ, 2 മക്കബായർ, ജോബ്, സങ്കീർത്തനം. 7 പുസ്തകങ്ങളുടെ പേര് ഈ ഒരൊറ്റ സെന്റൻസ് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അടുത്ത സെന്റൻസ് ഇതാണ്. ഇത് പോസ് ചെയ്ത് പഠിച്ചതിന് ശേഷം ഈ കഥയുടെ അടുത്ത സെന്റൻസിലേക്ക് കയറുക. സുഭാഷിതങ്ങൾ പറയുന്ന സഭാപ്രസംഗകൻ ഉത്തമഗീതം പാടിയപ്പോൾ ഉൽപ്പന്തിക്ക് ജ്ഞാനം കിട്ടി. അങ്ങനെയാണ് ഉൽപ്പന്തി പ്രഭാഷകനായത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു നമ്മൾ? സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ. ഈ 5 പുസ്തകങ്ങളുടെ പേരുകൾ നമ്മൾ ഇവിടെ പഠിച്ചു. ഇത് പോസ് ചെയ്ത് ഈ സെന്റൻസ് മനസ്സിൽ ഉറപ്പിച്ച് ഈ പുസ്തകങ്ങൾ പഠിച്ചതിന് ശേഷം അടുത്ത സെന്റൻസിലേക്ക് കയറാം. പ്രഭാഷണം കേട്ട് യേശയ്യായും ജെറമിയായും വിലാപങ്ങൾ നടത്തി ബാറു ബാറു എന്ന് പറഞ്ഞപ്പോൾ ബാറൂക്ക് പ്രതിഷേധിച്ചു. ഈ സെന്റൻസിലൂടെ നമുക്ക് യേശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂക്ക് എന്നീ 4 പേരുകൾ മനഃപ്പാടമാവുകയാണ്. ഇനി ഇതിന്റെ അവസാന ഘട്ടമാണ്. ഈ മത്സരത്തിലെ കലാപ്രതിഭയെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. ഉൽപ്പന്തിയുടെ പ്രഭാഷണം കഴിഞ്ഞു. ഇനി നടക്കാനിരിക്കുന്നത് എസ്സേ മത്സരമാണ്. എസ്സേ മത്സരത്തിൽ പങ്കെടുക്കാൻ ദാനിയേലും ഹോസിയായും വരെ ഉണ്ടായിരുന്നു. ഈ ആളുകളൊക്കെ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തെങ്കിലും ജയിച്ചത് ജോയേലായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ കലാപ്രതിഭയായിരുന്നത് ജോയേൽ അല്ല കേട്ടോ. ആമോബാദിയ യോന എന്ന് പറഞ്ഞ് ഈ വലിയ പേരാണ്, ആമോബാദിയ യോന. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു കഴിഞ്ഞ തവണത്തെ കലാപ്രതിഭ. പക്ഷെ അദ്ദേഹം ഇത്തവണ മിക്ക മത്സരങ്ങളിലും നാഹും എന്ന് പറഞ്ഞാൽ മത്സരിച്ചില്ല. ജോയേല് മത്സരത്തിൽ വിജയിക്കുന്നത് കണ്ട് ആഹ്ലാദഭരിതനായിട്ട് ഒരാളുണ്ടായിരുന്നു, അവിടുത്തെ ചീഫ് കുക്ക് ഹബക്കുക്ക്. അപ്പോൾ ചീഫ് കുക്കായിരുന്ന ഹബക്കുക്ക് കലാപ്രതിഭയെ സേഫ് ആയിട്ട് ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, സഖാവേ മലാക്കി മലാക്കി, സോറി കലക്കി കലക്കി. ഇതാണ് കഥ. ബൈബിളിന്റെ പേരുകൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ. ഓർമ്മ ഉണർത്തുക എന്നതാണ് കഥയുടെ സാരം. കഥയിൽ വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് പേരുകൾ ഓർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. എസ്സേ മത്സരത്തിൽ പങ്കെടുക്കാൻ ദാനിയേലും ഹോസിയായും വരെ വന്നിരുന്നു. ആരൊക്കെ മത്സരിച്ചിട്ടും ജയിച്ചത് ജോയേലാണ്. കഴിഞ്ഞ തവണ കലാപ്രതിഭയായിരുന്നത് ആമോബാദിയ യോനായായിരുന്നു. അദ്ദേഹം ഇത്തവണ മിക്ക മത്സരങ്ങളിലും നാഹും എന്ന് പറഞ്ഞാൽ എസക്കിയേൽ, ദാനിയേൽ, ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും, ഇങ്ങനെ 9 പുസ്തകങ്ങളുടെ പേരുകൾ ഈ ഒരൊറ്റ വിവരണത്തിലൂടെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും ക്രമത്തിൽ. അടുത്തത് ചീഫ് കുക്കായിരുന്ന ഹബക്കുക്ക് കലാപ്രതിഭയെ സേഫ് ആയിട്ട് ഹഗ് ചെയ്ത് പറഞ്ഞു, സഖാവേ മലാക്കി മലാക്കി എന്ന് പറഞ്ഞാൽ ഹബക്കുക്ക് സേഫ് ആയിട്ട് സെഫാനിയ ഹഗ് ചെയ്തു, ഹഗ്ഗായി, സഖാവേ, സഖറിയ, മലാക്കി. 5 പുസ്തകങ്ങൾ. അതോടുകൂടി പഴയ നിയമത്തിലെ മുഴുവൻ പുസ്തകങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇതല്പം ദീർഘമായ കഥയാണ്, എന്നാൽ വളരെ ചെറിയൊരു കഥ കൊണ്ട് പുതിയ നിയമത്തിലെ മുഴുവൻ പുസ്തകങ്ങളുടെ പേരും നമുക്ക് പഠിക്കാൻ സാധിക്കും.